ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഡാൻസിലേക്ക്. അപ്പോൾ ഗൈസ്, ഞാൻ കൂടുതലും ഡാൻസിൻ്റെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നി ഇന്ന് ഞാൻ വീട്ടിലൊരു മാങ്ങ 2 കിലോ കൊണ്ടുവന്നു. കടുക് മാങ്ങ, കണ്ണി മാങ്ങ, പിന്നെ അങ്ങനെയൊക്കെ പേര് പറയുന്ന ആ മാങ്ങ, പിന്നെ അതുപോലെ വലിയ മാങ്ങ. അപ്പോൾ നമുക്കിന്ന് ഉപ്പിലിടണം. പക്ഷേ ഏതറിയാം ഉപ്പിലിടണം ആദ്യം കണ്ണിമാങ്ങ അച്ചാറിനെ കൊടുക്കുന്നുണ്ട്, അതാണ് ഉപ്പിലിടുന്നത് ആദ്യം. അപ്പം ആ വീഡിയോ ഒന്ന് പോകണം. അപ്പം നമുക്ക് 2 മാങ്ങ കാണിച്ചിട്ട് തന്നെ പോകാം ഗൈസ്. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ നിറയെ ഉണ്ട് കേട്ടോ. ഞാനൊരു ഒരു 6 ഉണ്ട്. ബാക്കിയൊക്കെ ഞാനെടുത്ത് ചെയ്യാം. അങ്ങനെയൊരു മാങ്ങയുണ്ട്. ഇത്രയാണ് ഇത് ഗൈസ്. പിന്നെ നമ്മൾ ഈ ഒരു ഭരണിയിലാണ് ഈ വലിയ മാങ്ങ ഇടുന്നത്. ചെറിയ മാങ്ങ ഇട്ടത് കാണണ്ടേ? അപ്പം ഞാൻ ഇപ്പോൾ കുറച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഉമ്മറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളിലായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 ഭരണിയുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് മാങ്ങ. കണ്ണി മാങ്ങയാണ് കേട്ടോ ഗൈസ്. നല്ല കണ്ണി മാങ്ങയുണ്ട്. ഇതൊക്കെ നമ്മൾ കളഞ്ഞിരുന്നാൽ കുറച്ചൊക്കെ ചുണയുണ്ട്. ഇതാണ് മാങ്ങ. കുറച്ച് ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാനിതാണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പ് ലെയറൊക്കെ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയോട് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിത് തുടച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഉപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനെല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യല. നമുക്കിതൊന്ന് തുടച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാൻ കുറേയൊക്കെ വൃത്തിയാക്കി ഗൈസ്. പക്ഷേ എൻ്റെ ഒരു കൈ ഫുൾ ചുണങ്ങായിരിക്കും. അപ്പോൾ ഞാൻ പകുതി വെച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറേ ഉണ്ട് ചെയ്യാം. ഇനി ഇത് 2 കിലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ലല്ലോ. നല്ല നീറുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ അത് കഴിയണം. അപ്പോൾ ഇനി അച്ഛൻ വരട്ടെ. ഞാൻ ഉപ്പൊക്കെ കുറേ നിറച്ചെടുക്കുന്നുണ്ട് കച്ചിട്ടിട്ട്. പിന്നെ നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് വീണ്ടും പകുതിക്ക് വരാം. അങ്ങനെ ഗൈസിനെ ഇരുട്ടത്തി കണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ ഇതുണ്ട്. അതിലാണ് ഗൈസ്. കൂടുതലും ഞാനിങ്ങനെ കേട്ടോ. എനിക്ക് ആകാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ വീട്ടിൽ വന്ന് അങ്ങനെയാണ് ഇതിലും ചെയ്യാറ്. ഇങ്ങനെയാണ് കൂടുതലും ചെയ്യാൻ പറയണേ. അപ്പം ഞാൻ എന്താണ് കാര്യം ഗൈസ്, ഞാൻ വീഡിയോ എടുക്കാൻ കാര്യം നമുക്ക് മാങ്ങ എടുക്കാൻ തന്നെ പോകണം. അപ്പം അതിന് മുമ്പ് വേറെ കറിക്കാൻ ഞങ്ങൾ കഴിച്ചില്ല. മാങ്ങയാണെന്നത് സ്പെഷ്യൽ. നമുക്ക് മാങ്ങ ആവട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, അച്ഛൻ വന്നിട്ട് അച്ഛനായിരുന്നു കാണാം. അപ്പോൾ അത് ഇടാൻ തുടങ്ങിയിട്ട് നമുക്ക് നേരെ കാണാം. ഇതാ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ തുടച്ചാണ് ഇടുന്നത്. എൻ്റെ ഗൈസ് ഉണങ്ങാൻ വേണ്ടി. അപ്പോൾ അച്ഛനാണ് അത് ചെയ്യണത്. ചെയ്ത് ഇത് ആദ്യം തന്നെ ഒരു ലെയർ ഇട്ടിട്ടുണ്ട് കാണിച്ചു തന്ന പോലെ. ഇതാ 2ാമത്തെ ലെയർ ഇട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാ ഉപ്പിടാനാണ്. എനിക്ക് പകുതി ഇട്ടിട്ടുണ്ട്. ഇതാ അച്ഛൻ ഇതാ ഉപ്പിടുന്നു. ഇത് ലെയറായിട്ട്. ഇതൊക്കെ അച്ഛൻ നല്ല എക്സ്പെർട്ടാണ്. അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി തരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടത് പറഞ്ഞാൽ. അപ്പോൾ ഗൈസ്, മാങ്ങ ഉപ്പിലിടുന്ന സമയത്ത് ഇതാ അനിയത്തി ഉപ്പ് ഒക്കെ എടുത്ത് കഴിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ കാണിച്ചിട്ടാ കാണിച്ചിട്ടാ. അപ്പോൾ ഗൈസ്, അവൾ ഉപ്പ് ആ മാങ്ങ ഇടുന്ന ഉപ്പ് അങ്ങനെ കുറേ എടുത്ത് തന്നെ കഴിക്കുന്നുണ്ട്. അച്ഛൻ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഗൈസ്, ഞാൻ അതിനിടയ്ക്ക് ഓരോ മാങ്ങയൊക്കെ എടുത്തിട്ട് കടിച്ച് കഴിക്കട്ടോ. അടിപൊളി കേട്ടോ. ഗൈസ്, ഞാൻ ഉപ്പിലിടാൻ പോകണിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇനി അച്ചട്ട
ഗൈസ് ഇങ്ങനെ ഇടുകയാണ് നമ്മളെ ലെയർ ആവാറായിട്ടുണ്ട് കുറേ ആണ്. അപ്പോഴാണ് ഗൈസ് അനിയത്തി ഓടി വരുന്നുണ്ട്. ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കൊണ്ടാൻ പറഞ്ഞതാവും ഓടി വന്നു കേട്ടോ ഗൈസ് ആള്. അങ്ങനെ ഗൈസ് അവിടെ അവർ ഉപ്പിടാനായിട്ടുള്ള തിരക്കാണ്. വരും നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ ഒരു ഉപ്പ് വെച്ച് കളിക്കുന്ന ഗൈസ് അവളിട്ടു ആയിട്ടില്ല. അവ ഗൈസ് വിശ്രീതായിട്ടും അവളുടെ ആഗ്രഹം പോലെ അപ്പോൾ ഇട്ടിരിക്കുന്നു ഗൈസ്. ഇനി കുറേ ലെയർ ആവാണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്തെ മാങ്ങകൾ ഇഷ്ടംപോലെ. അത് ശരി, ഇപ്പൊ ഒന്നുമില്ല. പുളിമാങ്ങ, വലിയ പുളിമാങ്ങ, ലാത്തിമാങ്ങ, കോമാങ്ങ, വെള്ളം മൂവാണ്ട്, കറുത്ത മൂവാണ്ട്, കിളിമൂക്കൻ, അച്ചാറിടാൻ പറ്റുന്ന മാങ്ങ വെള്ളം മൂവാണ്ട് മുറിച്ചിട്ട് കണ്ണിമാങ്ങ ഇടാൻ പറ്റുന്നത് പുളിമാങ്ങ. ഓ അത് നീലപ്പുളി പറഞ്ഞ പുളിമാങ്ങ ഉണ്ട്. അച്ഛൻ കുറെ കഴിച്ചിട്ടുണ്ടോ പൊയ്ത്ത മാങ്ങ? ഇഷ്ടം. ഇപ്പൊ അവിടെ ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് ഇട്ട് കഴിയാറായിട്ടുണ്ട്. ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം. ഇതാ ഗ്ലൈസ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇതാണിപ്പോൾ പാത്രമൊക്കെ കാലിയായിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ മാങ്ങ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് വണ്ണും കൂടി ഇടാം. ലാസ്റ്റ് ഒന്നും കൂടി ഇട്ടോ ഗൈസ്. അവിടെയും കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ മാങ്ങ ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇട്ടു. ചെറിയ ചെറിയ ഓരോന്നുണ്ട് ഒക്കെ അത് അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. മാങ്ങ കുപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഉപ്പ്. ഇതാണ് നമ്മുടെ പാത്രം. വെള്ളം ഊരാനായിട്ട് അങ്ങനത്തെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചാൽ അങ്ങനെ ആ പാത്രം മുഴുവൻ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ കേട്ടോ. യെസ്, അങ്ങനെ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി മോൾ ലെയറും കൂടി നമുക്ക് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അല്ല അങ്ങനെ അതില്ല സെറ്റ്. അപ്പോൾ ഇതെല്ലാ പണിയും കഴിഞ്ഞു. ഇതാ ചെഞ്ഞ് ഉപ്പിടാം. അപ്പോൾ കുലിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അച്ഛാ കുലിക്കുന്നുണ്ട്. അതിനെല്ലാം കുലിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇടലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബസ് അപ്പോൾ നമ്മുടെ ഇതാണിപ്പോൾ ഉള്ള. ഇനി ഇതെല്ലാം ആയിട്ട് അങ്ങനെ ഒരാഴ്ച ഇത് വെക്കണം കേട്ടോ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് വെച്ചൊരു സംഭവം ചെയ്യും. എന്താണെന്നറിയുമോ? അച്ചാർ, കടുമാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. അച്ചാറുകൾ ഞാൻ കടുമാങ്ങ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിലെപ്പോഴും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് അച്ച കവറിട്ട് വയ്ക്കാൻ പോകണം. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞമ്മ അച്ചാറുണ്ടാക്കാം. ആ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാം. അപ്പോൾ ആ കവറിട്ട് വയ്ക്കാണെങ്കിൽ കണ്ടിട്ട് നമുക്ക് ബായ്. നമുക്ക് ഇതെന്തെങ്കിലും പൂത്തന പോയി വരാതിരിക്കാനുള്ളത് ചീന തന്നെയാണ് നമ്മൾ തുണിയിട്ടാൽ കെട്ടിക്കുക. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നല്ല പാത്രം ആവുകൊണ്ട് എന്താ വെച്ചാൽ വെച്ചോളൂ തേച്ച് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ നല്ല ടെക്നിക്ക്. നമ്മുടെ ഭരണിയൊക്കെ ആണെങ്കിൽ തുണി നനച്ചിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യണം. നമുക്കറിയില്ല ഭക്ഷണ കറ. അപ്പം അങ്ങനെ അതാ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് തുറക്കണം. അന്ന് നമുക്ക് അച്ചാറായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാകെ സെറ്റായിരുന്നതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഗൈസ്, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇത് അച്ഛനും ഇന്ന് ഇതൊക്കെ ചെയ്യുന്ന ഈ വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.